ഹായ് ഓൾ. ഇപ്പം എംപറർ ഇമാനുവൽ ടീം നയിക്കുന്ന പ്രകാശം 2024 കൺവെൻഷൻ മെയ് 18 ചാലക്കുടിയിൽ വെച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എംപറർ ഇമാനുവൽ ചർച്ചിനകത്താണ്. അപ്പോൾ ഇവിടെയുള്ളവർക്ക് ഈ കൺവെൻഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പിതാവായ ദൈവത്തിന് സർവ്വമഹത്വം നൽകിക്കൊണ്ട് പിതാവിൻ്റെ മഹത്വം എന്താണെന്നുള്ളത് വെളിപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് പ്രകാശം 2024 എന്ന് പറയുമ്പോൾ ഇത് പിതാവായ ദൈവത്തെക്കുറിച്ച് നമ്മുടെ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ പിതാവായ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു സുവിശേഷമാണ്. The greatest good news that is spread only in Sion, and it is that Yeshu Christ has already come in body and flesh on this earth, and he is come in a new name. That is the secret and the mystery. If you wish to get to know, please come to Chalakudi on May 18th. അവനെ ഇന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചെറിയ സമൂഹം മാത്രമേ ഇന്ന് ഈ ഭൂമിയിലുള്ളൂ. ആ സമൂഹമാണ് സിയോൺ. ഈ സിയോൺ നടത്തുന്ന ഒരു കൺവെൻഷനാണ് ಈ ಪ್ರಕಾಶದಿಂದ ಕನ್ವೆನ್ಷನ್. ಅದರಿಂದ ತುಂಬ ನಾವು ಸತ್ಯ ತಿಳ್ಕೊಂಡಿದ್ದೀವಿ. ಸತ್ಯ ಲೋಕದಲ್ಲಿ ಎಲ್ಲಿಲ್ಲ, ಸತ್ಯ ಅದಾಗಿದೆ, ಸತ್ಯ ಇಲ್ಲೇ. ಯಾಕಂದರೆ ನಿಜವಾದ್ದು ಅಂತಂದರೆ ಈ ಸಭೆನ ಸ್ಥಾಪನೆ ಮಾಡಿರೋದು ನಿಜವಾದ ಪಿತದೇವರು ಈ ಸಭೆನ ಸ್ಥಾಪನೆ ಮಾಡಿದರು. ನಮ್ಮ ಲೋಕದಿಂದ ಬೇರ್ಪಡಿಸಿ ಇಲ್ಲಿ ಒಂದು ಸಿಯೋ ನಗರಕ್ಕೆ, ಒಂದು ದೇವರ ನಗರಕ್ಕೆ ನಮ್ಮನ್ನೆಲ್ಲ ಕರೆದುಕೊಂಡು ಬಂದಿದ್ದಾರೆ. ಆದರೆ ದೇವರಿಗೆ ಎಷ್ಟು ಕೋಟಿ ಸ್ತೋತ್ರ ಸಲ್ಲಿಸಿದ್ರೆ ಸಾಲದು. ಯಾಕಂದರೆ ಅದು ನಿಜವಾದ ಸ್ವರ್ಗ, ಭೂಮಿಯಲ್ಲಿ ಸ್ವರ್ಗದ ಅಂತಂದರೆ അത് സിയോൻ ಸ್ವರ್ಗನೇ. പ്രകാശ കൺവെൻഷനിൽ നമ്മൾ പറഞ്ഞു കേൾക്കാൻ പോകുന്നത്, അതായത് പിതാവായ ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ച്, പിതാവായ ദൈവത്തിൻ്റെ ആഗമനത്തെക്കുറിച്ച്, പിതാവ് അതുപോലെ തന്നെ ഇത്രയും നാൾ പിതാവിനെക്കുറിച്ച് വെളിപ്പെടുത്താതിരുന്ന ഒരുപാട് രഹസ്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ദൈവപുത്രൻ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച്, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വലിയ രഹസ്യങ്ങൾ, ഇതുവരെ ലോകത്തിന് അറിയാത്ത പരിശുദ്ധ അമ്മ ആരാണ്, പരിശുദ്ധ അമ്മയിൽ ദൈവപുത്രൻ്റെ രക്ഷാകര പ്രവൃത്തിയെക്കുറിച്ച് ഇതുവരെ വെളിപ്പെടുത്താത്ത വലിയ രഹസ്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ദൈവരാജ്യത്തെക്കുറിച്ച് മറച്ചു വെച്ച ഒരുപാട് രഹസ്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് വെളിപ്പെടുത്തുന്നു. ലോകത്തിലെ സ്നേഹം എന്ന് പറയുന്നത് എല്ലാവരും സെൽഫിഷാണ്. അവരവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടാണ് സ്നേഹിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഭാര്യ ഭർത്താവായിക്കോട്ടെ, മക്കൾ ഫാദേഴ്സ്, അവരായിട്ട് അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ദൈവത്തിൻ്റെ ഒരു സ്നേഹമുണ്ട്, ശാശ്വതമായൊരു സ്നേഹമാണ് ഞങ്ങളെല്ലാവരും അനുഭവിക്കുന്നത്. അത് ലോകത്തിൽ ഒരു സ്ഥലത്തും കിട്ടില്ല, ഇവിടെ മാത്രമേ ഇത് കിട്ടുള്ളൂ. അത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ പിതാവിന് മക്കളോട് എന്ന പോലെ നമ്മളോട് ഒത്തിരി രഹസ്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻവിറ്റേഷനാണ് ഈ കൺവെൻഷൻ. അപ്പോൾ നിങ്ങൾക്കും വരാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. വീണ്ടും ശരീരം ധരിച്ചു വന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു സമൂഹം നടത്തുന്ന ഒരു ദൈവാരാധനയാണ്. It's a very big service of God, proclaiming the word of God to each and everyone. So it is a very big thing. പിതാവായ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു ദിവസത്തെ ഒരു കൺവെൻഷനാണ്. ജീവൻ, നിത്യജീവൻ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രകാശം. ബൈബിളിനെ കുറിച്ച്, അതുപോലെ തന്നെ യേശുക്രിസ്തു രണ്ടാമത് ശരീരം ധരിച്ച് വന്നു, അതിനെക്കുറിച്ച് കൂടുതലായിട്ടും അറിയാൻ സാധിക്കുന്നു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. സോ ഞാൻ എക്സൈറ്റഡ് ആണ്. അപ്പം ഇനി പോയി കാണണമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. This is about the second coming of the Son of God, our Lord and Savior, Emperor Emmanuel. So this Prakasham is a retreat where children of God are coming to hear the word of God and the secrets that our Holy Mother shared in 1917. So this has been revealed now in this age, and it has been revealed in this Prakasham retreat. To experience the complete truth, come and see the Prakasham. അമ്മയാണ് നമുക്ക് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ തന്നെ, അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് വിശദീകരിക്കുന്ന ഒരു കൺവെൻഷനാണ് പ്രകാശം. എന്നെ അത്യധികം സ്നേഹിക്കുന്ന ഒരു പിതാവിനെക്കുറിച്ച്, എന്നെ ഇപ്പോഴും കൂടെ ഇങ്ങനെ താങ്ങി നിർത്തുന്ന ഒരു പിതാവിനെക്കുറിച്ച് എനിക്കറിയാൻ പറ്റി. അത് പ്രകാശത്തിലൂടെ ആ പിതാവിനെക്കുറിച്ച് കൂടുതലായിട്ട് വെളിപ്പെടുത്തി കിട്ടും. ദൈവത്തിൻ്റെ വിളിയെ ജനങ്ങളിലേക്ക് എത്തിക്കുക, അങ്ങനെ ഒരു സംഭവം. പിന്നെ പരിശുദ്ധമ്മയുടെ 1917 വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ പറയുക, ദൈവവചനത്തിൻ്റെ സത്യത്തെ വെളിപ്പെടുത്തുക, അങ്ങനെയൊരു സംഭവമാണ് പ്രകാശം. എംപറർ ഇമാനുവൽ ചർച്ച് നടത്തുന്ന ഒരു ബൈബിൾ കൺവെൻഷനാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അമ്മയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി തരുന്നൊരു കൺവെൻഷനാണ്. സദ്വാർത്തയിലേക്കുള്ളൊരു ഇൻവിറ്റേഷനാണ് ഈ പ്രകാശം എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിൽ യുവാവായിട്ട് എങ്ങനെ ദൈവത്തിന് പ്രീതികരമായിട്ട് ജീവിക്കാമെന്ന് നമുക്കറിയാൻ പറ്റും. ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വരാം. I'm simply excited because it's like the ultimate declaration from Sion, and that's what we are all waiting for. യേശുക്രിസ്തു വരും എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ പിതാവായ ദൈവം വരുമെന്നുള്ള വാർത്ത ഞാൻ ആദ്യമേ കേൾക്കുന്നത് സദ്വാർത്തയിൽ കൂടിയാണ്. ആ സദ്വാർത്തയിൽ കൂടിയാണ് പിതാവായ ദൈവത്തിൻ്റെ നാമം ഞാൻ അറിഞ്ഞത്.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ അറിയാനിട വന്നു. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വചനം തുറന്ന് അതിൻ്റെ ചുരുളഴിച്ച് നമുക്ക് പറഞ്ഞു തരുന്നൊരു ശുശ്രൂഷയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചാലക്കുടിയിൽ വെച്ച് കാണാം. ഞാൻ 2018 ഈ സദ്വാർത്ത കേൾക്കുന്നത്. അന്നാണ് എനിക്കിതിനുള്ള ഉത്തരം സദ്വാർത്തയിലൂടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ദൈവിക രഹസ്യങ്ങളുടെ എല്ലാം ഉത്തരം എനിക്ക് സദ്വാർത്തയിലൂടെ കിട്ടുന്നത്. അങ്ങനെയാണ് എന്താ പറയുക, ഒരു 10-12 വർഷമൊക്കെ സെമിനാരി പഠിച്ചാൽ കിട്ടാത്തത് കാര്യങ്ങൾ വെറും 4 ദിവസം കൊണ്ട് എനിക്ക് സദ്വാർത്തയിലൂടെ കിട്ടിയ ജീവിതത്തിൻ്റെ വലിയൊരു മാറ്റമായിരുന്നു. സാറിൽ നിന്ന് ഞങ്ങൾ ശ്രമിച്ച സദ്വാർത്തയും അതിലൂടെ ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെയാണ് ഈ സിയോണിൽ പ്രധാനമായിട്ട് ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നത്. അതുതന്നെയാണ് നമ്മളത് ലോകത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ സ്നേഹം എന്താണ്, ഞങ്ങളുടെ സാറ് ഞങ്ങൾക്ക് പഠിപ്പിച്ചത് എന്താണെന്നാണ് ഞങ്ങൾ ചാലക്കുടിയിൽ 18-ാം തീയതി ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി ഒരു പ്രകാശം കൺവെൻഷനിലൂടെ പുറത്തേക്ക് കൊടുക്കുന്നത്. Prakasham 2024 is something you will get to know more about Father, something you will get to know more about the truth which is written in the Bible. So we are all waiting to hear that truth. പൂർണ്ണമായും ദൈവവചനത്തിന് അടിസ്ഥാനമായിട്ടുള്ളൊരു കൺവെൻഷനാണ്. അപ്പം നമ്മൾ ലോകത്തിൽ പലതരം കൺവെൻഷനുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമുക്ക് ദൈവവചനത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കൺവെൻഷൻ നമ്മൾ ഇതുവരെ കണ്ടില്ല. അപ്പോൾ അവിടെ കൂടുതലും നമുക്ക് ജോലി കിട്ടുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൺവെൻഷനുകളായി. പക്ഷേ ഇത് പൂർണ്ണമായും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്, ദൈവപിതാവിൻ്റെ നാമം, അല്ലെങ്കിൽ ദൈവപിതാവ് ഉണ്ടോ, അല്ലെങ്കിൽ ദൈവപിതാവിന് രൂപമുണ്ടോ, അങ്ങനെ പലതരം ചോദ്യങ്ങൾ ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പൂർണ്ണ രൂപമാണ് ഈ 2024 ചാലക്കുടി നടക്കാൻ പോകുന്ന പ്രകാശ കൺവെൻഷൻ. Wonderful session. Always I think about this Emperor Emmanuel is a special team, always come up with various innovative things, and they make people believe about the truth about good and bring about various the real faith about God here. ഇന്ന് ഈ ലോകത്തിലെല്ലാവരും ലഹരിയിലൊക്കെയാണല്ലോ ജീവിക്കുന്നത്. ശരിക്കും യഥാർത്ഥമായ ലഹരി എന്ന് പറഞ്ഞാൽ ದೈವಿകമായിട്ടുള്ള ലഹരിയാണ്. അത് അനുഭവിക്കണമെങ്കിൽ എല്ലാവരും ಈ ಪ್ರಕಾಶಂ 2024 ವರಣ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും ക്ഷണിക്കുന്നു. ವರ್ಣಿಸೋಕ್ಕೆ ಆಗಲ್ಲ ಆ ಥರ ಪ್ರಕಾಶ ಸಭೆ ಅಂದರೆ ವರ್ಣನೆ ಇಲ್ಲ. ನಮಗೆ ನಿತ್ಯ ಜೀವ ನಾವು ಅಪ್ಪನ ಕಂಡುಕೊಂಡಿರೋದು, ಎಂಪರರ್ ಇಮ್ಯಾನ್ಯುಯಲ್ನ ಕಂಡುಕೊಂಡಿರೋದು, ಪರಿಶುದ್ಧಾತ್ಮರ ಪರಿಶುದ್ಧಾಮ ವಿಶೇಷ ಈ ಒಂದು ಪ್ರಕಾಶ ಸಭೆಯಲ್ಲಿ ನಮಗೆ ಸತ್ಯವನ್ನು ಕಂಡುಕೊಂಡಿದ್ದೀವಿ. ഒരു ദൈവമക്കൾ അനേക പേരിൽ ഈ ലോകത്തുണ്ട്. അപ്പോൾ ഈ ദൈവമക്കളെ തിരികെ ദൈവത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതി നടപ്പാക്കലാണ് പ്രകാശം. ഇപ്പം നമ്മൾ 1-ാം വരവിനെ കുറിച്ച് മാത്രം നമുക്കറിയുള്ളൂ. എന്നാൽ അവൻ്റെ 2-ാം വരവ് എപ്രകാരമാണ് എന്നതിനെ പൂർണ്ണമായി വെളിപ്പെടുത്തുന്നതാണ് പ്രകാശം. യൂത്തായി അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സ്നേഹത്തിൽ നിന്നും കരുതലിൽ നിന്നെല്ലാം മാറി ദൈവമായ പിതാവിൻ്റെ കരുതലിലേക്കും നമ്മൾ കണ്ടിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ ഒരു സ്നേഹത്തിലേക്കും ഒക്കെ പരിശുദ്ധമായ സ്നേഹത്തിലേക്ക് നമ്മളെ വലിച്ചടിപ്പിക്കുന്ന ഒരു പ്രത്യേക സ്നേഹം അനുഭവിക്കാൻ വേണ്ടി തീർച്ചയായും 2024 നടത്തുന്ന ഈ മെയ് 18 പ്രകാശ കൺവെൻഷനിലേക്ക് വന്നാലേ അത് മനസ്സിലാവുള്ളൂ. എല്ലാ ജനതകളും കേൾക്കേണ്ട ഒരു വാർത്തയാണ്. കാരണം ദൈവപുത്രനെക്കുറിച്ച് വ്യക്തമായിട്ട്, യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ച് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലമാണത്. നിത്യജീവന് വേണ്ടി മക്കളെ ഒരുക്കുന്ന പിതാവിൻ്റെ വിളിയാണത്. തീർച്ചയായിട്ടും അതിന് പോകും. നമ്മുടെ പരിശുദ്ധ പിതാവിനെ കുറിച്ചിട്ടുള്ള സുവിശേഷം അറിയിക്കുകയാണ്, പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിനെ പറ്റിയും പിതാവായ ദൈവത്തിൻ്റെ നമുക്ക് വേണ്ടി ഒരുക്കിയ പദ്ധതികളും കാര്യങ്ങളൊക്കെ പ്രഘോഷിക്കുന്ന ഒരു കൺവെൻഷനാണ് അവിടെ നടക്കുന്നത്. This is such a thing that Prakasham has been always something which we all of have looking forward, and it's very different. I'm out of words to describe about it. All of it is in my mind, really, to be honest. Everything I have to say is this: Prakasham has been always the light, and it will be the light forever. അങ്ങയുടെ നാമം പൂജിതമാകണമെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ നാമം ആർക്കും അറിയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ നാമം ഉണ്ടെന്നും ദൈവത്തിന് രൂപമുണ്ടെന്നും അറിയിക്കുന്ന ഒരു സദ്വാർത്തയാണ് ഇത്. നമുക്ക് ആത്മീയമായിട്ട് വളരാൻ പ്രകാശം കൺവെൻഷൻ നല്ല രീതിയിൽ നമുക്ക് ഉപകാരം. It's been thousands of years. The name of the Father has not been revealed. So in this Prakasham, it is told about God the Father. Like how is he? Like does he have a form? Lot of mysteries which were hidden for thousands of ages will be revealed in this Prakasham. அங்கே வந்து தெய்வராஜ்யத்தை பற்றியும் പിതാവെ പറ്റിയും அந்த പ്രകാശം ധ്യാനത്തിൽ ഞങ്ങൾ കേൾക്കാൻ പോകും. ദൈവത്തിൻ്റെ അവിടെ ഒരു പ്രവൃത്തി നടക്കുമെന്നുള്ളത് സത്യമാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഫാമിലി സഹിതം അത് കാണണമെന്ന് നല്ല ആകാംക്ഷയുണ്ട്. നല്ല ആ ഒരു ഡേറ്റിന് വേണ്ടി നല്ല ഒരു കാത്തിരിപ്പാണ് ഞങ്ങൾ. നമ്മുടെ പിതാവായ ദൈവം നമ്മളെ സന്ദർശിക്കാൻ വരുന്നു എന്നതിൻ്റെ ഒരു അറിയിപ്പുണ്ട് അവിടെ.
പിന്നെ പുത്രൻ്റെ നാമം എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തൽ കാണും. അങ്ങനെ ഒരുപാട് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രകാശം 2024 എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവോടനുബന്ധിച്ച് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഇതുവരെ ദൈവവചനത്തിൽ മറച്ചു വെച്ചിരുന്ന ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു ಕನ್ವೆನ್ಷನ್ ಪ್ರಕಾಶನ್ ಕನ್ವೆನ್ಷನ್. ನಮಗೆ ಈ ಅಂತ್ಯಕಾಲದಲ್ಲಿ ರಕ್ಷಣೆಯ ಒಂದು ವಾರ್ತೆ ಕುರಿತು ದೇವರ ಮಕ್ಕಳನ್ನು ಈ ಅಂತ್ಯಕಾಲದಲ್ಲಿ ಹೇಗೆ ಸಂರಕ್ಷಿಸ್ತಾರೆ ಅಂತ ಈ ಪ್ರಕಾಶದ 2024ರಲ್ಲಿ ಈ ಕನ್ವೆನ್ಷನಲ್ಲಿ ತಿಳಿಸ್ಕೊಡ್ತಾರೆ ಅಂತ ಆಸೆ ಇದೆ. ಇದನ್ನು ಕೇಳಬೇಕು ಹೋಗ್ಬೇಕಂತ ಆಸೆ ಇದೆ. യേശു ക്രിസ്തു மீண்டும் சரீரம் தரிச்சு இந்த பூமிக்கு வந்துட்டாருன்னு வெளிப்படுத்துறது தான் அது. It's about knowing Zion, knowing about God the Father. നിത്യജീവൻ യേശു ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്ത നിത്യജീവനുണ്ട്. ആ നിത്യജീവനെ കുറിച്ച് വെളിപ്പെടുത്തും. പരിശുദ്ധ അമ്മ 300ഓളം സ്ഥലങ്ങളിൽ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ട് പല മുന്നറിയിപ്പുകൾ നമുക്ക് തന്നിരുന്നു. അപ്പോൾ ആ 300-ലധികം സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് എല്ലായിടത്തും പൊതുവായിട്ട് പറഞ്ഞൊരു കാര്യം യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും അതിന് മുന്നോടിയായിട്ട് സംഭവിക്കുന്ന അടയാളങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ആ അടയാളങ്ങളൊക്കെ എന്താണ്, യേശുക്രിസ്തുവിൻ്റെ വരവ് എങ്ങനെയാണ് എന്നൊക്കെ പ്രഘോഷിക്കുന്ന ഒരു കൺവെൻഷനാണ് ചാലക്കുടിയിലുള്ളത്. ഇതെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ ചേച്ചി, ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന തിന്മയും രോഗങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ. അപ്പോൾ ഇതേക്കുറിച്ചെല്ലാം പരിശുദ്ധ അമ്മ നൂറ്റാണ്ടുകൾക്ക് മുൻപേ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ അറിയിച്ച ആ ദൈവിക രഹസ്യങ്ങളുടെ ചുരുളഴിയിച്ച് പ്രകാശം പരത്തുന്ന ഒരു കൺവെൻഷനാണ് ഈ പ്രകാശം കൺവെൻഷൻ. Prakasham actually means light. Okay, so this is to give a testimony that the light has already come into this world. Okay, and this light is the life of the world. So those who want eternal life have to come to Zion, and this is the only place where we will get eternal life. നമ്മളെല്ലാവരും യേശുക്രിസ്തുവിനെ കാത്തിരിക്കുകയാണ്, യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച്. പക്ഷേ പലരും പറയുന്നത് വാനമേഘങ്ങളിൽ വരും എന്ന് പറയുന്നുണ്ട്, ഭൂമി വരും എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നമുക്ക് പ്രകാശത്തിൻ്റെ ധ്യാനം കൂടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ അമ്മയെക്കുറിച്ച് അനേകം കാര്യങ്ങൾ ബൈബിളിൽ എഴുതപ്പെട്ട അനേകം കാര്യങ്ങൾ ഇതുവരെയും தெரியாத ವಿಷಯಗಳು ಇನ್ನು ನರ್ಚೆಯಿದಿಲ್ಲ ನಾನು ಕೇಳಿರ್ಬೇಕು. ಪಿತನು ತನ್ನ ಮಕ್ಕಳಿಗೋಸ್ಕರ ಆರಿಸಲ್ಪಟ್ಟಂಥ ಮಕ್ಕಳಿಗೋಸ್ಕರ ಸಿದ್ಧಗೊಳಿಸುವಂಥ ಒಂದು ಸ್ವರ್ಗ ಸಾಮ್ರಾಜ್ಯದ ಬಗ್ಗೆ, ಒಂದು ಹೊಸ ಭೂಮಿ ಹೊಸ ಆಕಾಶದ ಬಗ್ಗೆ ನಮಗೋಸ್ಕರ, ಯಾರಿಗೆ ಎಲ್ಲರಿಗೂ ಅಲ್ಲ, ಆರಿಸಲ್ಪಟ್ಟಂಥ ಜನಾಂಗಕ್ಕೋಸ್ಕರ ಸಿದ್ಧಪಡಿಸಿರುವಂಥ ಒಂದು ನಗರದ ಬಗ್ಗೆ ತಿಳಿಸ್ಕೊಡೋದು ಈ ಸದ್ವಾರ್ಥ. ಅಂದರೆ ಒಂದು ಅಪ್ಪ ಮತ್ತು ಮಕ್ಕಳ ಪ್ರೀತಿ ಏನು, സ്വർഗസ്വനായ പിതാവിൻ്റെ സ്നേഹവും കരുതലും പിതാവ് നമുക്ക് തരുന്ന ആ വലിയ സ്നേഹമുണ്ട്. അതൊക്കെ അനുഭവിച്ച് അറിയണം. അതൊക്കെ അനുഭവിക്കാൻ എല്ലാവരും വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രകാശം 2024 സാധാരണ നമ്മൾ ലോകത്ത് മുഴുവൻ എല്ലായിടം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ എല്ലാവരും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചോ യേശുക്രിസ്തു നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നതിനെക്കുറിച്ചോ ആരും ഒരു സഭയിലും അങ്ങ് പഠിപ്പിക്കുന്നില്ല. എന്നാൽ ലോകം മുഴുവനിലും ഇത് മുഴുവൻ ഇങ്ങനെ പ്രഖ്യാപിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ഹിതമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് 2024 18-ാം തീയതിയോടെ നടക്കാനിരിക്കുന്ന ആ വലിയ പ്രോഗ്രാം. ପ୍ରକାଶ 2024 ମାନେ ପ୍ରଭୁ ପିତା ଏହି ପୃଥିବୀକୁ ତାଙ୍କ ସନ୍ତାନମାନଙ୍କୁ ସନ୍ଦର୍ଶନ କରିବା ପାଇଁ ଆସୁଅଛନ୍ତି. ପୁଣି ପ୍ରଭୁଙ୍କ ପୁତ୍ର ଇମାନୁଏଲ ପୁଣି ଥରେ ଶରୀର ଧାରଣ କରି ଏ ଜଗତକୁ ଆସିଅଛନ୍ତି. ତା'ର ସାକ୍ଷ୍ୟ ପ୍ରଦାନ କରିବା ନିମନ୍ତେ ଏହି ପ୍ରକାଶ 2024 ଏହି ଶୁଶ୍ରୂଷା ଚାଲାଗୁଡ଼ିରେ ହେଉଅଛି. ପୁଣି ମା ମେରୀ ତାଙ୍କ ସନ୍ତାନମାନଙ୍କ ପାଇଁ ସେ କେବଳ ମଧ୍ୟସ୍ଥ ନୁହନ୍ତି, ସେ ତାଙ୍କ ସନ୍ତାନମାନଙ୍କର କାର୍ଯ୍ୟସ୍ଥ ଉତ୍ତରଦାୟିତ୍ୱ ଗ୍ରହଣ କରିଥିବା ମା ମେରୀ ତା'ର ସାକ୍ଷ୍ୟ ଦେବା ନିମନ୍ତେ ଚାଲାଗୁଡ଼ିରେ 2024ରେ ଏହି ପ୍ରକାଶ କନ୍ଭେନ୍ସନ୍ ഹോച്ച്. പ്രകാശം 2024 കൺവെൻഷനെ കുറിച്ച് അനേക അഭിപ്രായങ്ങൾ കേട്ടു, പലരുടെ അടുത്ത് നമ്മൾ ചോദിച്ചു. അപ്പം ഇത് അറിയാൻ കഴിഞ്ഞത് വളരെ വലിയൊരു കൺവെൻഷൻ ആയിരിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞത്. മറ്റ് കൺവെൻഷനുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കിക്കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അനേക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവിക ശുശ്രൂഷയാണ് ഇതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് കുറേ ചോദിച്ചത് യുവാക്കന്മാരുടെ അടുത്ത്, അതുപോലെ യുവതികളുടെ അടുത്ത് ചോദിച്ചു. അപ്പം ഇത്രയധികം ഈ യൂത്ത് എന്ന് പറയുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു പ്രായം നിങ്ങൾക്കറിയാലോ, അടിച്ചു പൊളിച്ച് നടക്കേണ്ട ആ ഒരു പ്രായത്തിൽ ഇവരിത്രയധികം ആത്മീയമായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു. അപ്പം ഞാൻ ചോദിച്ച ആ ഒരു റീസൺ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ കേട്ട ഒരു സദ്വാർത്ത,
അവർ ദൈവപിതാവിനെ കുറിച്ച് കേട്ടു, ആ ദൈവത്തിൻ്റെ സ്നേഹം അവരനുഭവിച്ചു. അപ്പം ഇപ്പോഴും അവരുടെ മുഖങ്ങളിലെല്ലാം ആ ഒരു സന്തോഷമെല്ലാം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പലരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച്, അതുപോലെ പിതാവായ ദൈവത്തിൻ്റെ നാമം, പിതാവായ ദൈവത്തിൻ്റെ വരവ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതുപോലെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരെ വെളിപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ പ്രകാശം കൺവെൻഷനെ കുറിച്ച് എനിക്ക് അറിയാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും വരിക. മെയ് 18 ചാലക്കുടിയിൽ പ്രകാശം 2024 കൺവെൻഷൻ.